ഇപ്പോൾ സ്നാപ്ചാറ്റിൽ കുറേ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്നാപ്ചാറ്റിലുള്ള ഫിൽറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇപ്പം സ്നാപ്ചാറ്റിൽ പൊതുവേ ഫോട്ടോ എടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് സെൻഡ് ചെയ്യാനാണ്. ഇനി അതല്ലാതെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാവുന്നതാണ്, ബാക്കിയുള്ളവർക്ക് സെൻഡ് ചെയ്യാതെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ചാറ്റിൽ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് എങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അത് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഫിൽറ്റർ ഉണ്ട്, ആ ഒരു ഫിൽറ്ററിൻ്റെ പേരറിയാം എന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് താഴത്തുനിന്ന് മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിളിന് ഞാൻ ഒരു ഫിൽറ്റർ സെർച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ആ ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്താൽ ആ ഒരു ഫിൽറ്ററിൻ്റെ ഇതിലായിരിക്കും ഫോട്ടോ എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഫിൽറ്ററിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുറേ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാവുന്നതാണ്. പിന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഫോട്ടോ ഗാലറിയിലോട്ട് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സേവ് ടു മെമ്മറീസ് ആൻഡ് ക്യാമറ റോൾ. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലോട്ടും കൂടി ഇത് സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു ഫോട്ടോ അവിടെ കാണാൻ പറ്റും. ഇപ്പം ഗാലറി ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് സ്നാപ്ചാറ്റ് എന്നുള്ള ഒരു ഫോൾഡർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്നാപ്ചാറ്റിൽ ഫിൽറ്റേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാവുന്നതാണ്. എന്നിട്ട് അത് ഗാലറിയിലോട്ടും കൂടി സേവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.